ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം. ദർ ആർ എ ഫ്യൂ പ്രിൻസിപ്പിൾസ് ഫോളോവ്ഡ് ഇൻ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എക്സൈസ് ദസ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ആനുവലിറ്റി. സെക്കൻഡ്, റൂൾ ഓഫ് ലാബ്സ്. തേർഡ് വൺ, ഫിസ്ക്കൽ ഡിസിപ്ലിൻ. ഫോർത്ത് വൺ, ഇൻക്ലൂസീവ്നെസ്. ഫിഫ്ത്ത് വൺ, അക്യുറസി. സിക്സ്ത് വൺ, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് നോക്കാം, പ്രിൻസിപ്പിൾ ഓഫ് ആനുവലിറ്റി. This implies that a budget is prepared every year on an annual basis. 1 year is considered ideal period for budget because it's an optimum period for which the legislature can afford to give financial authority to the executive. Further, executive also needs this much time to implement the budget proposals effectively. Further, a year corresponds with the customary measures of human estimates. Annuality in budget formation is a widespread phenomenon in some countries of OECD. Yearly budgets are now framed within a multi-year framework. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ആനുവലിറ്റി എന്ന് പറയുന്നത് എല്ലാ വർഷവും വാർഷിക അടിസ്ഥാനത്തിൽ ഒരു ബജറ്റ് തയ്യാറാക്കുന്നു. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ആനുവലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ എക്സിക്യൂട്ടീവിന് സാമ്പത്തിക അധികാരം നൽകാൻ നിയമസഭയ്ക്ക് താങ്ങാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലയളവ് ആയതുകൊണ്ട് ഒരു വർഷം ബജറ്റിന് അനുയോജ്യമായ കാലയളവായിട്ട് ഇത് കണക്കാക്കുന്നു. ബജറ്റ് നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ കൂടുതൽ എക്സിക്യൂട്ടീവിന് ഈ സമയം ആവശ്യമാണ്. അതുപോലെ OECD പോലുള്ള രാജ്യങ്ങളിൽ, OECDയുടെ രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ വാർഷിക ബജറ്റുകൾ ഒരു മൾട്ടി ഇയർ ഫ്രെയിംവർക്കിനുള്ളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ആനുവലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, റൂൾ ഓഫ് ലാബ്സ്. പ്രിൻസിപ്പിൾ ഓഫ് ആനുവലിറ്റി ആൾസോ ഇംപ്ലൈസ് ദാറ്റ് ദ മണി ലെഫ്റ്റ് unspent in a year must also lapse to the public treasury, and government should not be able to spend it unless it is sanctioned in next year's budget. This is called rule of lapse and is useful as an effective tool of financial control. റൂൾ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ചെലവഴിക്കാത്ത പണം പൊതു ട്രഷറിയിലേക്ക് നഷ്ടപ്പെടണം. അടുത്ത വർഷത്തെ ബജറ്റിൽ അത് വീണ്ടും അനുവദിച്ചില്ലെങ്കിൽ സർക്കാരിന് അത് ചെലവഴിക്കാൻ കഴിയില്ല. അതിനെയാണ് റൂൾ ഓഫ് ലാബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, ഫിസ്ക്കൽ ഡിസിപ്ലിൻ. ബഡ്ജറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ആൻഡ് ഷുഡ് ബി ഏബിൾ ടു ഡിസ്പ്ലേ congruence between the income and expenditure. This is known as fiscal discipline and it adheres to the Keynesian school of thought. Fiscal discipline helps to eliminate fiscal deficits and offset fiscal surplus. Fiscal discipline എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള അച്ചടക്കം എന്നാണ് അതിൻ്റെ മലയാളം മീനിങ് വരുന്നത്. ബജറ്റ് സന്തുലിതമായിരിക്കണം, കൂടാതെ വരുമാനവും ചെലവും, ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള പൊരുത്തം പ്രകടിപ്പിക്കാൻ കഴിയണം. അതിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കെനീഷ്യൻ ചിന്താഗതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതുപോലെ ധനപരമായിട്ടുള്ള കമ്മി ഇല്ലാതാക്കാനും ധനമിച്ചം നികത്താനും ഈ ഫിസ്ക്കൽ ഡിസിപ്ലിൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. Fourth one, inclusiveness. Budget should be comprehensive and inclusive of diverse budget estimates. An inclusive budget includes all government revenue and expenditures and helps evaluating the much required trade-offs between different policy options. Inclusiveness എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബജറ്റ് എസ്റ്റിമേറ്റുകൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. ഉൾക്കൊള്ളുന്ന ബജറ്റിൽ എല്ലാ സർക്കാർ വരുമാനവും ചെലവും ഉൾപ്പെടുന്നു.
അതുപോലെ തന്നെ വ്യത്യസ്ത പോളിസി ഓപ്ഷനുകൾക്കിടയിൽ ആവശ്യമായിട്ടുള്ള ട്രേഡ് ഓഫറുകൾ വിലയിരുത്താൻ സഹായിക്കുന്നു. അതാണ് ഇൻക്ലൂസീവ്നെസ്സിൽ പറയുന്നത്. ഫിഫ്ത്ത് വൺ, അക്യുറസി. ബഡ്ജറ്റ് ഫിഗേഴ്സ് ആർ എസെൻഷ്യലി prediction of the amount of money to be generated in the forthcoming year and its expenditure. The finance ministry is accountable for its formulation with the help of the data and material from the various departments. Thus, estimates need to be accurate and precise. The preciseness is dependent real and credible input data information and unbased information. ആക്യുറസി എന്ന് പറയുന്നത് വരാനിരിക്കുന്ന വർഷത്തിൽ സൃഷ്ടിക്കേണ്ട പണത്തിൻ്റെയും അതിൻ്റെ ചെലവിൻ്റെയും പ്രവചനങ്ങളാണ് ബജറ്റ് കണക്കുകൾ എന്ന് പറയുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റയുടെയും മെറ്റീരിയലിൻ്റെയും സഹായത്തോടെ ഇത് രൂപപ്പെടുത്തിയതിന് ധനമന്ത്രാലയം ഉത്തരവാദിയാണ് എന്നാണ് പറയുന്നത്. ഈ കണക്കുകൾ വളരെ കൃത്യമായിരിക്കണം. അതുപോലെ യഥാർത്ഥവും വിശ്വസനീയവുമായിട്ടുള്ള ഇൻപുട്ട് ഡാറ്റ വിവരങ്ങൾ, പക്ഷപാതമില്ലാത്ത വിവരങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുകയും ചെയ്യുന്നു. അക്യുറസി, കൃത്യത എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിക്സ്ത് വൺ, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. Budget transparency and accountability are two of the 8 basic indicators of good governance as propounded by United Nations. Budget transparency implies that government gives out all data regarding budget. Thus, two traits of budget also involve ethics on the part of the government. For the sake of clarity and transparency, the revenue and capital portion of the budget are kept separate. എന്താണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച 8 അടിസ്ഥാന സൂചകങ്ങളിൽ 2 ബജറ്റ് സുതാര്യതയും ഉത്തരവാദിത്തം, ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും. അതിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബജറ്റിനെ സംബന്ധിച്ച എല്ലാ ഡാറ്റയും സർക്കാർ നൽകുന്നു എന്നുള്ളതാണ്. ബജറ്റിൻ്റെ ഈ 2 സവിശേഷതകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ധാർമ്മികത ഉൾക്കൊള്ളുന്നു. വ്യക്തതയ്ക്കും സുതാര്യതയ്ക്കും വേണ്ടി ബജറ്റിൻ്റെ വരുമാനവും മൂലധനത്തിൻ്റെ ഭാഗവും വെവ്വേറെയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബഡ്ജറ്റിൽ പറയുന്നത്.